ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മുബു ടോക്ക്. ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത് BA സെക്കൻഡ് സെമസ്റ്റർ ജനറൽ ടോപ്പിക് റൈറ്റിംഗ് ഫോർ അക്കാദമിക് ആൻഡ് പ്രൊഫഷണൽ സക്സസ് എന്ന ടോപ്പിക്കിലെ യൂണിറ്റ് 7 ആയ റൈറ്റിംഗ് ഫോർ പ്രൊഫഷണൽ പർപ്പസ് എന്ന യൂണിറ്റിനെ കുറിച്ചാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് പ്രവേശിക്കാം. റൈറ്റിംഗ് ഫോർ പ്രൊഫഷണൽ പർപ്പസ്. ഇതിലാദ്യമായി ചർച്ച ചെയ്യുന്നത് വാട്ട് ഈസ് എ റിവ്യൂ, എന്താണ് റിവ്യൂ എന്നുള്ളതാണ്. എ റിവ്യൂ ഈസ് എ ക്രിറ്റിക്കൽ അനാലിസിസ് ഓഫ് എ ബുക്ക്, പ്ലേ, ആർട്ട് എക്സിബിഷൻ, ഫിലിം, പ്രൊഡക്റ്റ് ഓർ സർവീസ്. ഒരു പുസ്തകത്തിൻ്റെയോ നാടകത്തിൻ്റെയോ ആർട്ട് എക്സിബിഷൻ്റെയോ സിനിമയുടെയോ ഉൽപ്പന്നത്തിൻ്റെയോ സേവനത്തിൻ്റെയോ വിമർശനാത്മകമായ ഒരു അപഗ്രഥനമാണ് റിവ്യൂ എന്ന് പറയുന്നത്. യു മേ ബി ആസ്ക്ഡ് ടു റീഡ് ത്രൂ എ ഗിവൺ മെറ്റീരിയൽ ആൻഡ് പ്രൊവൈഡ് എ സമ്മറി, ഇവാലുവേറ്റ് ഫിലിംസ്, പ്ലേസ്, എക്സിബിഷൻസ്, പ്രൊഡക്ട്സ് ഓർ സർവീസ്. ഒരു മെറ്റീരിയൽ വായിച്ചിട്ട് അതിൻ്റെ ചുരുക്കം എഴുതാനോ സിനിമകൾ, ഡ്രാമകൾ, എക്സിബിഷനുകൾ, ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ മുതലായവയെപ്പറ്റി നിരൂപണങ്ങൾ എഴുതാനോ നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കും. അപ്പോൾ നാം തയ്യാറാക്കേണ്ട ഒന്നാണ് റിവ്യൂ എന്ന് പറയുന്നത്. ദ റിവ്യൂ ഈസ് ഓഫ്റ്റൺ ക്രിയേറ്റീവ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇറ്റ് ഈസ് എ ഫോം ഓഫ് എൻ്റർടൈൻമെൻറ്റ് ഓൾസോ. ഇറ്റ് ഓഫ്റ്റൺ മിറേഴ്സ് ദ ഏജ്. റിവ്യൂകൾ പലപ്പോഴും സർഗശക്തിയുള്ളതും രസമുള്ളതും എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നതുമാണ്. കാലഘട്ടത്തിൻ്റെ ഒരു കണ്ണാടിയായിട്ട് ഈ റിവ്യൂ പ്രവർത്തിക്കുന്നു. ഇനി നെക്സ്റ്റ്, റിവ്യൂവിങ് എ ബുക്ക്. ഒരു ബുക്ക് റിവ്യൂ എങ്ങനെ ചെയ്യാം? റൈറ്റിംഗ് എ ബുക്ക് റിവ്യൂ ഹെൽപ്പ് സ്റ്റുഡൻസ് ടു ക്രിറ്റിക്കലി എക്സാമിൻ എ ടോപ്പിക് ഇൻ ഡീറ്റെയിൽ. പുസ്തകം റിവ്യൂ ചെയ്യുന്നത് കൊണ്ട് വിദ്യാർത്ഥികൾക്ക് വിഷയത്തെപ്പറ്റി നല്ല ഒരു വിശദീകരണം ലഭിക്കുന്നു. പുസ്തകം റിവ്യൂ ചെയ്യണമെങ്കിൽ നാം നല്ലപോലെ വായിക്കുകയും പിന്നെ അഭിപ്രായം എഴുതുകയും എഴുത്തുകാരനെ പറ്റിയും മറ്റു കൃതികളെപ്പറ്റിയും അയാൾ രചിച്ച മറ്റു കൃതികളെപ്പറ്റിയും ഗവേഷണം നടത്തുകയും വേണം. പിന്നെ റിവ്യൂ എഴുതണം, അതാണ് ഇതിൽ പറയുന്നത്. ആദ്യം നല്ലപോലെ വായിക്കുക, അഭിപ്രായം എഴുതുക, ആ എഴുത്തുകാരനെ കുറിച്ചും എഴുത്തുകാരൻ എഴുതിയ മറ്റു കൃതികളെക്കുറിച്ചും ഗവേഷണം നടത്തി അതൊക്കെ ഉൾപ്പെടുത്തുക. എന്നിട്ട് നാം റിവ്യൂ എഴുതുക. എന്തൊക്കെയാണ് റിവ്യൂയിൽ ഉൾപ്പെടുത്തേണ്ടത്? റൈറ്റ് ദ റിവ്യൂ ഇറ്റ് ഇൻക്ലൂഡ്സ്. റിവ്യൂ എഴുതുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടേണ്ടതുണ്ട്. ആൻ ഇൻട്രസ്റ്റിംഗ് ഇൻട്രൊഡക്ഷൻ, പിന്നെ തീം, ദ പീരിയഡ്, ക്യാരക്ടേഴ്സ് ആൻഡ് ആക്ഷൻസ് ഇൻ ദ ബുക്ക്, കമൻറ്റ് ഓൺ ദ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്. നല്ല ഒരു തുടക്കം, വിഷയം വേണം, നല്ലൊരു തുടക്കം വേണം, കാലഘട്ടം വേണം, കഥാപാത്രങ്ങളും ആക്ഷനുകളും വേണം, എഴുത്തിൻ്റെ രീതിയും ആ റിവ്യൂയിൽ പ്രതിപാദിക്കണം. അത് എങ്ങനത്തെ രീതിയിലാണ് എഴുതിയത്, എൻ്റർടൈൻമെൻ്റ് ആണോ, ഏത് രീതിയിലാണ് എഴുതിയത് എന്നൊക്കെ നാം അതിൽ ഉൾപ്പെടുത്തണം. ഇനി നെക്സ്റ്റ്, റിവ്യൂവിങ് എ മൂവി. ഒരു സിനിമ നിരൂപണം നടത്തുക എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ ഒരുപാട് റിവ്യൂവിങ് എ മൂവി ഒരുപാട് യൂട്യൂബുകളിലായിട്ടും അതുപോലെ തന്നെ പല സൈറ്റുകളിലായും നമുക്ക് സോഷ്യൽ മീഡിയ സൈറ്റുകളിലായിട്ടൊക്കെ നമുക്ക് ലഭിക്കാറുണ്ട്. റൈറ്റിംഗ് റിവ്യൂസ് ഓഫ് മൂവീസ് ഹാസ് ബിക്കം വെരി കോമൺ നൗ. മെനി പീപ്പിൾ പോസ്റ്റ് റിവ്യൂസ് ഓൺ സോഷ്യൽ മീഡിയ ആൻഡ് ഓൺ വെബ്സൈറ്റ്. സിനിമ നിരൂപണം ഇന്ന് സർവ്വസാധാരണമായി കൊണ്ടിരിക്കുകയാണ്. പലരും സോഷ്യൽ മീഡിയകളിലും വെബ്സൈറ്റുകളിലും റിവ്യൂകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എ ലോട്ട് ഓഫ് തിയേറ്റർ ഗോയിങ് പീപ്പിൾ റീഡ് ദീസ് റിവ്യൂസ് ടു ഡിസൈഡ് ഇഫ് ദേ ഷുഡ് ഗോ ടു സീ ദിസ് മൂവി. തിയേറ്ററുകളിൽ പോയി സിനിമ കാണുന്ന പലരും ഇവ നോക്കിയാണ് സിനിമ കാണണ്ടയോ എന്ന് പോലും തീരുമാനിക്കുന്നത്. നമുക്കിത്തരം നിരൂപണങ്ങൾ നടത്തുന്നതിലൂടെ നമ്മുടെ ചിന്തിക്കാനുള്ള ശേഷിയും വിമർശനാത്മകമായ ചിന്തയും എഴുതാനുള്ള കഴിവും ഇതിലൂടെ നമുക്ക് വളരുന്നുണ്ട്. ദ എലമെൻറ്റ്സ് ദാറ്റ് എവറി റിവ്യൂ ഷുഡ് കണ്ടെയ്ൻ. എല്ലാ റിവ്യൂകളിലും ഉൾപ്പെടേണ്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ്? ദ ടൈറ്റിൽ, മെൻഷൻ ഇറ്റ് ഇൻ ഇൻട്രൊഡക്ടറി പാരഗ്രാഫ്. ആദ്യത്തെ പാരഗ്രാഫിൽ ടൈറ്റിൽ പറയണം. പിന്നെ സമ്മറി, യു ഷുഡ് സേ വാട്ട് ഹാപ്പൻസ് ഇൻ ദ ഫിലിം ആൻഡ് ഇഫ് ദ ഡയറക്ടർ ഹാസ് സക്സീഡഡ് ഓർ ഫെയിൽഡ് ഇൻ ടെല്ലിംഗ് ഹിസ് സ്റ്റോറി. ഗിവ് എവിഡൻസ് ടു പ്രൂവ് യു ആർ റൈറ്റ്. സിനിമയിൽ എന്താണ് നടക്കുന്നത് എന്നും ഡയറക്ടർ ആ കഥ പറയുന്നതിൽ വിജയിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തെളിവ് സഹിതം നിരത്തുക. ഡയറക്ടർ, it is good to do a little research on the right director. What kind of a director he is supposed to be. Mention some of his other works.
ഡയറക്ടറിനെ പറ്റി അല്പം ഗവേഷണം നടത്തുക. എന്തു തരം ഡയറക്ടറാണ് അദ്ദേഹം? അദ്ദേഹത്തിൻ്റെ മറ്റു ചില സിനിമകൾ എടുത്തു പറയുക. ക്രിയേറ്റീവ് എലമെൻറ്റ്സ്. ദീസ് ഇൻക്ലൂഡ് കോസ്റ്റ്യൂംസ്, കളേഴ്സ്, സൗണ്ട് എഫക്റ്റ്, സീനറി, സിംബോളിസം, മ്യൂസിക് എക്സെട്ര. മറ്റു സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കണം. ഇവിടെ വസ്ത്രാലങ്കാരം, കളേഴ്സ്, സൗണ്ട് ഇഫക്റ്റ്, സീനറി, സിംബലിസം, മ്യൂസിക് മുതലായവയെ പറ്റി പറയേണ്ടതുണ്ട്. ആക്ടേഴ്സ്. ഡിഡ് ദേ ഡു ജസ്റ്റിസ് ടു ദെയർ റോൾസ്? എനി സ്പെഷ്യൽ കമൻറ്റ് അബൌട്ട് എനി ആക്ടർ, ഹീസ് സ്കിൽ ഓർ ഇനാബിലിറ്റി? നടീനടന്മാർ അവരുടെ റോളുകൾ അവർ ശരിക്ക് ചെയ്തിട്ടുണ്ടോ, ആരുടെയെങ്കിലും പ്രത്യേക കഴിവോ കഴിവുകേടോ എടുത്തു പറയാനുണ്ടോ എന്നുള്ളതെല്ലാം ഉൾപ്പെട്ടതായിരിക്കണം. ഈ നെക്സ്റ്റ് റിവ്യൂവിങ് എ പ്രൊഡക്റ്റ്, ഒരു ഉൽപ്പന്നത്തിൻ്റെ റിവ്യൂ. വൈ ഷുഡ് യു റൈറ്റ് എ പ്രൊഡക്റ്റ് റിവ്യൂ? എന്തിനാണ് ഒരു ഉൽപ്പന്നം റിവ്യൂ ചെയ്യുന്നത്? ടു ഷെയർ യൂസ്ഫുൾ ഇൻഫർമേഷൻ വിത്ത് അതേഴ്സ്, ഉപയോഗപ്രദമായ വിവരങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ. ടു പ്രൊമോട്ട് പ്രൊഡക്ട്സ് യു ലൈക്ക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉൽപ്പന്നങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ. ടു ഇംപ്രൂവ് യുവർ റൈറ്റിംഗ് സ്കിൽസ്, നിങ്ങളുടെ എഴുതാനുള്ള കഴിവിനെയും ചിന്തിക്കാനുള്ള ശേഷിയെയും അതുപോലെ തന്നെ ക്രിയാത്മക ചിന്തകളെയും വർദ്ധിപ്പിക്കാൻ. നാം ഒരു പ്രൊഡക്റ്റ് റിവ്യൂ എഴുതുമ്പോൾ അതിനെപ്പറ്റി മുഴുവൻ ഗുണമോ മുഴുവൻ ദോഷമോ എഴുതാതെ നാം നിഷ്പക്ഷമായി ഇതിനെ വിലയിരുത്തണം. അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളുമൊക്കെ ചൂണ്ടിക്കാണിക്കണം. അതുപോലെ തന്നെ നാം അതിനെ നിഷ്പക്ഷമായി എഴുതണം. അപ്പോഴാണ് അതൊരു പ്രൊഡക്റ്റ് റിവ്യൂ ജനങ്ങൾക്ക് ഉപകാരമാവുകയുള്ളൂ. വാട്ട് ഷുഡ് യു ഡു ബിഫോർ റൈറ്റിംഗ് എ റിവ്യൂ? ഒരു റിവ്യൂ എഴുതുന്നതിന് മുമ്പ് എന്തെല്ലാം ചെയ്യണം? റിസർച്ച് ദ പ്രൊഡക്റ്റ്, എ ഗുഡ് നോളജ് ഓഫ് പ്രൊഡക്റ്റ് ആസ് ഇറ്റ് ഈസ് എവല്യൂഷൻ ആൻഡ് കോമ്പറ്റീഷൻ വിത്ത് ഹെൽപ്പ്. ഉൽപ്പന്നങ്ങളെപ്പറ്റി ഗവേഷണം നടത്തുക. ഉൽപ്പന്നത്തെ പറ്റിയുള്ള നല്ല അറിവും അതിൻ്റെ ചരിത്രവും അത് നേരിടുന്ന മത്സരവും കാണിക്കുന്നത് വളരെയധികം ഗുണകരമായിരിക്കും. റീഡ് ദ മാനുഫാക്ചറേഴ്സ് വെബ്സൈറ്റ്. വെൻ റീഡിംഗ് ഇറ്റ് അവോയ്ഡ് ദ പബ്ലിസിറ്റി മെറ്റീരിയൽ. ഇഫ് യു യൂസ് പബ്ലിസിറ്റി മെറ്റീരിയൽ പീപ്പിൾ വോണ്ട് റീഡ് യുവർ റിവ്യൂ. നിർമ്മാതാവിൻ്റെ വെബ്സൈറ്റ് വായിക്കുക. അത് വായിക്കുമ്പോൾ പബ്ലിസിറ്റിക്ക് വേണ്ടി എഴുതുന്ന കാര്യങ്ങൾ മാറ്റിവെക്കുക. നിങ്ങളൊരു ഉൽപ്പന്നത്തിൻ്റെ ഗുണങ്ങൾ മാത്രം പറഞ്ഞാൽ അത് ഗുണമായിരിക്കുകയില്ല. ഗെറ്റ് ദ പ്രൊഡക്റ്റ് ബൈ ഓർ റെൻറ്റ് ടു നോ തിങ്സ് ഫസ്റ്റ് ഹാൻഡ്. സംടൈംസ് യു മേ ഗെറ്റ് ഇറ്റ് ഫ്രീ ഫ്രം ദ മാനുഫാക്ചറേഴ്സ് ഇഫ് ദേ തിങ്ക് യുവർ റിവ്യൂ വിൽ ഹെൽപ്പ് ദം. ഒരു ഉൽപ്പന്നം വാങ്ങിക്കുക. റിവ്യൂ എഴുതുന്നതിന് മുമ്പ് ഉൽപ്പന്നം പരിശോധിക്കേണ്ടതാണ്, ഉപയോഗിച്ച് നോക്കേണ്ടതാണ്. യൂസ് ദ പ്രൊഡക്റ്റ്, ദ ടേസ്റ്റ് ഓഫ് പുഡിംഗ് ഈസ് ഇൻ ദ ഈറ്റിംഗ്. ഉൽപ്പന്നം ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ മാത്രമേ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. നോ വാട്ട് ദ റീഡേഴ്സ് വാണ്ട്. തിങ്ക് ഓഫ് ദ റീസൺസ് വൈ റീഡേഴ്സ് ഷുഡ് വാണ്ട് ടു റീഡ് ദ റിവ്യൂ. വായനക്കാർക്ക് എന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കുക. എന്തിനാണ് വായനക്കാർ നിങ്ങളുടെ റിവ്യൂ വായിക്കുന്നത് എന്നും ചിന്തിക്കുക. ഫോർമാറ്റ് ഓഫ് ദ റിവ്യൂ. ഈ റിവ്യൂയുടെ രൂപം എങ്ങനെയാണ്? റൈറ്റ് ദ ഇൻട്രൊഡക്ഷൻ. ഇറ്റ് ഷുഡ് ഹുക്ക് ദ റീഡേഴ്സ്, പ്രൊവൈഡ് എ ഗുഡ് പിക്ചർ ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് ഇറ്റ്സ് അഡ്വാൻറ്റേജസ്. വായനക്കാരനെ ആകർഷിക്കുന്ന വിധത്തിലായിരിക്കണം തുടക്കം. ഉൽപ്പന്നത്തെ പറ്റിയും അതിൻ്റെ മേന്മയെ പറ്റിയും ഒരു ഉദാഹരണവും കൊടുക്കണം. കൺസിഡർ ദ ഫസ്റ്റ് ടൈം യൂസേഴ്സ്. എക്സ്പ്ലെയിൻ ദ ഫങ്ഷണാലിറ്റി. ടീച്ചിങ് ന്യൂ കസ്റ്റമേഴ്സ് അബൌട്ട് എ പ്രൊജക്റ്റ്. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് പ്രൊഡക്റ്റ് റിവ്യൂ. ആദ്യം ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി അത് വർക്ക് ചെയ്യുന്ന വിധം വിവരിക്കുക. പുതിയ ഉപഭോക്താക്കളെ ഉൽപ്പന്നവുമായി പരിചയപ്പെടുത്തുന്നത് റിവ്യൂവിൻ്റെ ഒരു ധർമ്മമാണ്. ഫോർ എക്സ്പീരിയൻസ്ഡ് കൺസ്യൂമേഴ്സ്, ഫോക്കസ് ഓൺ ദ ന്യൂ ഫീച്ചേഴ്സ്, ഷോ ആൻഡ് ഫ്ലോസ്. നേരത്തെ ഉപയോഗിച്ചിട്ടുള്ളവർ ഉൽപ്പന്നത്തിൻ്റെ പുതിയ സവിശേഷതകളെ വിവരിക്കുക, കുറവുകൾ ചൂണ്ടിക്കാണിക്കുക. ഡിസ്ക്രൈബ് ദ പ്രൊഡക്റ്റ്. ഇറ്റ് ഷുഡ് ഇൻക്ലൂഡ് ബ്രാൻഡ് നെയിം. ഇത് ഡിസ്ക്രൈബ് ദ പ്രൊഡക്റ്റിനെ കുറിച്ച് വിശദീകരിക്കുക. ഇറ്റ് ഷുഡ് ഇൻക്ലൂഡ് ബ്രാൻഡ് നെയിം ഉൾപ്പെട്ടതായിരിക്കണം. മോഡൽ നമ്പർ ഉൾപ്പെട്ടതായിരിക്കണം. മെഷർമെൻറ്റ്സ്, ടാർഗറ്റഡ് യൂസേഴ്സ്, പ്രൈസ് എക്സെട്ര. ബ്രാൻഡ് നെയിം, മോഡൽ നമ്പർ, മെഷർമെൻറ്റ്സ്, ആരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഉൽപ്പന്നം, വില മുതലായവ സൂചിപ്പിക്കണം. ബി ബാലൻസ്ഡ്. സേ വാട്ട് യു ലൈക്ക് ആൻഡ് വാട്ട് യു ഡോണ്ട് ലൈക്ക് അബൌട്ട് ദ പ്രൊഡക്റ്റ്. നിഷ്പക്ഷമായിരിക്കണം. ഉൽപ്പന്നങ്ങളുടെ ഗുണങ്ങളും ദോഷങ്ങളും പറയണം. എക്സ്പ്ലെയിൻ ഹൗ യു അറൈവ്ഡ് അറ്റ് യുവർ ജഡ്ജ്മെൻറ്റ്. ഹൗ ആർ ദ സർട്ടൻ ഫീച്ചേഴ്സ് ബെനിഫിഷ്യൽ ആൻഡ് ആർ സം നോട്ട് സോ. നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ നിഗമനങ്ങളിൽ എത്തിച്ചേർന്നു എന്ന് നിങ്ങൾ കാണിക്കണം. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് പ്രൊഡക്ട്സ്.
കമ്പയർ ദ പ്രസൻറ്റ് പ്രൊഡക്റ്റ് വിത്ത് സിമിലർ അതർ പ്രൊഡക്ട്സ് ആൻഡ് വിച്ച് സേ ഈസ് ബെറ്റർ ആൻഡ് വൈ. ഇതുപോലുള്ള മറ്റു ഉൽപ്പന്നങ്ങളുമായി താരതമ്യം ചെയ്യുക. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇത് മറ്റുള്ളതിനേക്കാൾ ബെസ്റ്റ് എന്നുള്ളതിനുള്ള കാരണങ്ങൾ വ്യക്തമാക്കുക. റൈറ്റ് എ കൺക്ലൂഷൻ. എ ഗുഡ് കൺക്ലൂഷൻ സമ്മറൈസസ് ആൻഡ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ആൻഡ് ഗിവൺ യുവർ ഹോണസ്റ്റ് ഒപ്പീനിയൻ. ഉൽപ്പന്നങ്ങളുടെ ഗുണങ്ങളും ദോഷങ്ങളും ചുരുക്കി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇതാണ് ഒരു പ്രൊഡക്റ്റ് റിവ്യൂവിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, അതിൻ്റെ ഫോർമാറ്റ്. ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് റൈറ്റിംഗ് കേസ് സ്റ്റഡീസ്. വാട്ട് ആർ കേസ് സ്റ്റഡീസ്? കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ്? കേസ് സ്റ്റഡീസ് ആർ സ്റ്റോറീസ്. ദേ പ്രസൻറ്റ് റിയലിസ്റ്റിക് കോംപ്ലക്സ് സിറ്റുവേഷൻസ് ഓഫ്റ്റൻ ഇൻവോൾവിംഗ് എ പ്രോബ്ലം. കേസ് സ്റ്റഡീസ് ഹാവ് ബീൻ യൂസ്ഡ് എസ്പെഷ്യലി ഇൻ ദ ടീച്ചിങ് ഓഫ് മെഡിസിൻ, ലോ ആൻഡ് ബിസിനസ്. കേസ് സ്റ്റഡീസ് എന്നാൽ സംഭവങ്ങളോ കഥകളോ ആണ്. യഥാർത്ഥമായ വിഷമസന്ധികൾ കാണിക്കുന്നതും എന്തെങ്കിലും പ്രശ്നമുള്ള സംഭവങ്ങളുമായിരിക്കും ഇവിടെ വിവരിക്കുക. ഒന്നുകിൽ സംഭവങ്ങളോ കഥകളോ ആവാം. യഥാർത്ഥമായ വിഷമസന്ധികൾ കാണിക്കുന്നതോ വിഷമമുള്ള എന്തെങ്കിലും കാണിക്കുന്നതോ എന്തെങ്കിലും പ്രശ്നമുള്ള സംഭവങ്ങളുമായിരിക്കും ഇവിടെ വിവരിക്കാനുണ്ടാവുക. മെഡിസിൻ, ലോ, ബിസിനസ് മുതലായ മേഖലകളിലാണ് കേസ് സ്റ്റഡികൾ കൂടുതലായി നാം ഉപയോഗിക്കുന്നത്. They bridge the gap between theory and practice and between the academy and the workplace. They give students practice in identifying problems, recognizing and actualizing, articulating positions and evaluating courses of action and arguing different points of view. അവ തിയറിയും പ്രാക്ടീസും തമ്മിലുള്ള അകലം വളരെയധികം കുറക്കുന്നു. അതേപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ജോലി സ്ഥലവുമായുള്ള അകലവും കുറക്കുന്നു. പ്രശ്നങ്ങൾ എന്തെന്ന് കണ്ടുപിടിക്കാനും ഏതെല്ലാം വിധത്തിൽ അവയെ പരിശോധിക്കണമെന്നും അവയ്ക്ക് എന്താണ് പരിഹാരമെന്നും കാണാൻ വിദ്യാർത്ഥികളെ ഇവ സഹായിക്കുന്നു. പ്രശ്നം കണ്ടുപിടിക്കാനും ഏതെല്ലാം വിധത്തിൽ അവയെ പരിശോധിക്കണമെന്നും അവയ്ക്ക് എന്താണ് പരിഹാരമെന്നും കണ്ടെത്താൻ കേസ് സ്റ്റഡി വിദ്യാർത്ഥികളെ സഹായിക്കുന്നു. വാട്ട് ആർ ദ യൂസസ് ഓഫ് കേസ് സ്റ്റഡീസ്? കേസ് സ്റ്റഡിയുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ക്യാൻ ബി യൂസ്ഡ് ഇൻ ലെക്ചർ ബേസ്ഡ് ഓർ ഡിസ്കഷൻ ബേസ്ഡ് ക്ലാസ്സസ്. ലെക്ചർ ബേസ്ഡ് ക്ലാസ്സുകളിലും ഡിസ്കഷൻ ബേസ്ഡ് ക്ലാസ്സുകളിലും ഉപയോഗിക്കാവുന്നതാണ്. ദേ ക്യാൻ ബി റിയൽ വിത്ത് റിയൽ പീപ്പിൾ ആൻഡ് സിറ്റുവേഷൻസ് ഓർ ഇമാജിനറി. അവ യാഥാർത്ഥ്യമാകാം അല്ലെങ്കിൽ ഭാവനയിൽ ഉള്ളതാകാം. ദേ പ്രൊവൈഡ് ഓൾ ദ റെലവൻറ്റ് ഡാറ്റ സ്റ്റുഡൻസ് നീഡ് ടു ഡിസ്കസ് ആൻഡ് റിസോൾവ് ദ ഇഷ്യൂ. കുട്ടികൾക്ക് സംഭവിക്കാനും പരിഹാരം കാണുന്നതിനുമായി വേണ്ട വിവരങ്ങൾ കൊടുക്കുന്നു. കുട്ടികൾക്ക് സംവദിക്കാനും പരിഹാരം കാണുന്നതിനുമായി വേണ്ട വിവരങ്ങൾ കൊടുക്കുന്നു. ദ സ്റ്റുഡൻസ് ലേൺ മൾട്ടിപ്പിൾ ആസ്പെക്ട്സ് ഓഫ് പ്രോബ്ലം. കുട്ടികൾ ഒരു പ്രശ്നത്തിൻ്റെ വിവിധ വശങ്ങൾ മനസ്സിലാക്കുന്നു. കുട്ടികളുടെ പ്രശ്ന പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ അവസരം കിട്ടുന്നു. അഥവാ കുട്ടികളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം നൽകുകയും ചെയ്യുന്നു. മേക്ക് students suggest solution to the problem or simply identify the parameters of the problem. കുട്ടികൾക്ക് പ്രശ്നപരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ ഒരു അവസരം നൽകുകയും ചെയ്യുന്നു. ഓൺ ദ പ്രൊസീജിയർ ടു ലീഡ് എ കേസ് ബേസ്ഡ് ഡിസ്കഷൻ. കേസ് ബേസ്ഡ് ഡിസ്കഷനിലേക്ക് നയിക്കുന്ന പ്രക്രിയ 6 steps ആർ ഇൻവോൾവ്ഡ്. 6 സ്റ്റെപ്പുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ടേക്ക് ടൈം ടു റീഡ് ആൻഡ് തിങ്ക് അബൌട്ട് ദ കേസ്. കേസിനെ പറ്റി വായിക്കാനും ചിന്തിക്കാനും സമയം എടുക്കുക. നാം ആ കേസിനെ പറ്റി വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം. ഗെറ്റ് സം ഗൈഡ് ലൈൻസ് ഫോർ ഹൗ ടു അപ്രോച്ച് ഇറ്റ്. കേസിനെ എങ്ങനെ സമീപിക്കാം എന്നതിനെ പറ്റി നിർദ്ദേശങ്ങൾ ലഭ്യമാക്കുക. പിന്നെ പ്രിഫറബിളി വർക്ക് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് മേക്ക് ഷുവർ എവരി വൺ ഈസ് ഇൻവോൾവ്ഡ്. ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. എല്ലാവർക്കും അവസരം കിട്ടുന്നു എന്നും ഉറപ്പുവരുത്തുക. പ്രസൻറ്റ് സൊല്യൂഷൻസ് റീസണിങ്. നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക, അതിൻ്റെ കാരണങ്ങൾ പറയുക. ഗൈഡ് ദ ഡിസ്കഷൻ ആസ് എ ഡിസ്കഷൻ പ്രൊസീഡ്സ്. റൈസ് ക്വസ്റ്റ്യൻസ് ദാറ്റ് കോൾ ഫോർ ദ അസ്യൂംഷൻസ്, ക്ലെയിംസ് ആൻഡ് ഇല്ലുസ്ട്രേഷൻസ് ബൈ ദ പാർട്ടിസിപ്പൻസ്. ഡിസ്കഷൻ നയിക്കുക. ഡിസ്കഷൻ നടക്കുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുക. അനുമാനങ്ങളും അവകാശങ്ങളും ഉദാഹരണങ്ങളും മറ്റുള്ളവരിൽ നിന്നും സ്വീകരിക്കുക. സിന്തസൈസ് ദ ഇഷ്യൂസ് റൈസ്ഡ്. പറഞ്ഞ എല്ലാ കാര്യങ്ങളും സമ്മറൈസ് ചെയ്യുക. എക്സസൈസ്. ഈ പാഠഭാഗങ്ങളിൽ കൊടുത്ത എക്സസൈസ് വളരെയധികം കാര്യത്തിൽ നാം എടുക്കേണ്ടതുണ്ട്. ഇനി നെക്സ്റ്റ് മോഡൽ കേസ് സ്റ്റഡി. മോഡൽ കേസ് സ്റ്റഡിയുടെ മോഡലിനെ കുറിച്ച് നാം പറഞ്ഞു. ഇനി നെക്സ്റ്റ്
റൈറ്റിംഗ് റിപ്പോർട്ട്സ്, റിപ്പോർട്ടുകൾ എഴുതലാണ്. വാട്ട് ഈസ് എ റിപ്പോർട്ട്? റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എ റിപ്പോർട്ട് ഈസ് എ റിട്ടേൺ ഫോർ എ ക്ലിയർ പർപ്പസ് ആൻഡ് ടു എ പാർട്ടിക്കുലർ ഓഡിയൻസ്. ഒരു നല്ല വ്യക്തമായ ഉദ്ദേശത്തോടു കൂടി ഒരു പ്രത്യേക ഓഡിയൻസിന് വേണ്ടി എഴുതുന്നതാണ് റിപ്പോർട്ട്. സ്പെസിഫിക് ഇൻഫോർമേഷൻ എവിഡൻസ് ആർ പ്രസൻറ്റഡ്, അനലൈസ്ഡ് ആൻഡ് അപ്ലൈഡ് ടു പാർട്ടിക്കുലർ പ്രോബ്ലം. ഇറ്റ് ഈസ് പ്രസൻറ്റഡ് ഇൻ സ്ട്രക്ചറൽ ഫോർമാറ്റ് മേക്കിംഗ് യൂസ് ഓഫ് സെക്ഷൻസ് ആൻഡ് ഹെഡിങ്. റിപ്പോർട്ടിൽ ഒരു പ്രശ്നത്തെ പറ്റിയുള്ള പ്രത്യേക വിവരങ്ങളും തെളിവുകളും അപഗ്രഥിക്കുകയും അപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു. ഒരു പ്രത്യേക ഫോർമാറ്റിലാണ് അത് കൊടുക്കുന്നത്. പല വിഭാഗങ്ങളിൽ തലക്കെട്ടുകളോട് കൂടിയാണ് അത് എഴുതുന്നത്. While writing a report, we are given instruction or guidelines, the purpose, audience and the problem, specific requirement for format. ഒരു റിപ്പോർട്ട് എഴുതാനായി താഴെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് തന്നിരിക്കും. നിർദ്ദേശങ്ങൾ, ഉദ്ദേശം, ആർക്കാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത്, എന്താണ് പ്രശ്നം എന്ന കാര്യം, പിന്നെ പ്രത്യേക ഫോർമാറ്റ്, ഇവയൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ഇപ്പോൾ ദ സ്ട്രക്ചർ ഓഫ് റിപ്പോർട്ട്, ഒരു റിപ്പോർട്ടിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് റിപ്പോർട്ട് ആർ, ഒരു റിപ്പോർട്ടിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ടൈറ്റിൽ പേജ്. ബ്രീഫ്ലി ഡിസ്ക്രൈബ്സ് ദ പർപ്പസ്, ഷുഡ് ഇൻക്ലൂഡ് യുവർ നെയിം, ദ ഡേറ്റ് ആൻഡ് ഫോർ ഹൂം ഈസ് റിട്ടേൺ. ടൈറ്റിൽ പേജ് ഉദ്ദേശം ചുരുക്കത്തിൽ വിവരിക്കുന്നു. അതിൽ നിങ്ങളുടെ പേര്, പിന്നെ തീയതി, ആർക്കാണ് റിപ്പോർട്ട് കൊടുക്കുന്നത് എന്നെല്ലാം കാണും. ടേംസ് ഓഫ് റെഫറൻസ്, ഇറ്റ് ഷോസ് ഓഡിയൻസ് ദ പർപ്പസ് ആൻഡ് ദ മെത്തേഡ്സ്. ടേംസ് ഓഫ് റെഫറൻസ്, ആരാണ് ഇത് വായിക്കുന്നത്, എന്തിനാണ് എഴുതുന്നത്, എങ്ങനെയാണ് അത് എഴുതുന്നത് എന്നൊക്കെ നാം നോക്കണം. അബ്സ്ട്രാക്റ്റ്, ബ്രീഫ്ലി ഡിസ്ക്രൈബ്സ് ദ കണ്ടൻസ് ഓഫ് ദ റിപ്പോർട്ട്. ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ ദ എയിംസ്, ഷുഡ് നോട്ട് ബി മോർ ദാൻ ഹാഫ് പേജ്, ഗീവ് ക്ലിയർ ഓവർവ്യൂ. അബ്സ്ട്രാക്റ്റ് റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം അര പേജിൽ. അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കമാണ്. അത് അര പേജിൽ കൂടാൻ പാടില്ല. പൊതുവായ ഒരു ധാരണ കൊടുക്കുകയും വേണം. ടേബിൾ ഓഫ് കണ്ടൻസ്, ലിസ്റ്റ് ദ ചാപ്റ്റർ വിത്ത് പേജ് നമ്പർ. ഉള്ളടക്കം, അധ്യായങ്ങൾ, പേജ് നമ്പർ എന്നിവ നാം കറക്റ്റ് കൊടുക്കണം. പിന്നെ ഇൻട്രൊഡക്ഷൻ, ഇറ്റ് സെറ്റ്സ് ദ സീൻ ഫോർ ദ മെയിൻ ബോഡി. ദ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഷുഡ് ബി എക്സാംപ്ലൈൻഡ്. Any problems or limitations mentioned, description of research methods, parameter of research, etc. should be included. പ്രധാന ഭാഗത്തിലേക്കുള്ള ഒരു തുടക്കമാണിത്. ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും വിവരിക്കണം. കുറവുകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ തുറന്നു പറയണം. റിസർച്ച് മെത്തേഡ് എങ്ങനെയെന്ന് വിവരിക്കുകയും വേണം. പിന്നെ നെക്സ്റ്റ് ആണ് മെത്തേഡ്സ്. ലിസ്റ്റ് ഓഫ് എക്യുപ്മെൻറ്റ്സ് യൂസ്ഡ്, പ്രൊസീജിയേഴ്സ് ഫോളോവഡ്, പ്രോബ്ലംസ് എൻകൗണ്ടേർഡ്, എക്സെട്ര കം ഹിയർ. മെത്തേഡ്സ്, ഉപയോഗിച്ച ഉപകരണങ്ങൾ. മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ച ഉപകരണങ്ങൾ, ചെയ്ത വഴികൾ, നേരിട്ട പ്രശ്നങ്ങൾ എന്നിവയൊക്കെയാണ് പറയുന്നത്. റിസൾട്ട്സ്, ഫലങ്ങൾ. ഷോ ദ റിസൾട്ട് വിത്ത് നെസസറി ഡയഗ്രാംസ്, ഗ്രാഫ്സ് ആൻഡ് ടേബിൾസ്. ഡയഗ്രാമുകളും ഗ്രാഫുകളും ടേബിളുകളും ഉപയോഗിച്ചുകൊണ്ട് ഫലങ്ങൾ പറയുക. Discussion, the main body is the discussion. The fact and evidence should be analyzed. Arrange the things in a logical way. ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടിൻ്റെ പ്രധാന ഭാഗമാണ്. വസ്തുതകളും തെളിവുകളും അപഗ്രഥിക്കണം. കാര്യങ്ങൾ ലോജിക്കൽ ഓർഡറിൽ ക്രമീകരിക്കണം. കൺക്ലൂഷൻ, സേ വാട്ട് ആർ ദ മോസ്റ്റ് സെൻട്രൽ ഇഷ്യൂ ഓർ ഫൈൻഡിങ്സ്. കൺക്ലൂഷൻ, ഏറ്റവും പ്രധാനപ്പെട്ട അനുമാനങ്ങൾ എന്തെല്ലാമെന്ന് കൺക്ലൂഷൻ വിശദീകരിക്കണം. അപ്പൻഡിസസ്, tables, graphs, questionnaires, surveys or transcripts. Some here. അപ്പിയറൻസസ് എന്ന് പറഞ്ഞാൽ ടേബിളുകൾ, ഗ്രാഫുകൾ, ചോദ്യാവലികൾ, സർവേകൾ, ട്രാൻസ്ക്രിപ്റ്റുകൾ മുതലായവയാണ്. ബിബ്ലിയോഗ്രഫി, ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ ലിറ്റ്സ് ദ others what style is to be followed is shown elsewhere in the book. ബിബ്ലിയോഗ്രഫി, ഇവിടെ ഗ്രന്ഥകർത്താക്കളെ ആൽഫബറ്റിക് ഓർഡറിൽ കൊടുക്കുക. അക്നോളജ്മെൻറ്റ്, ഹിയർ വി മെൻഷൻ ദ നെയിംസ് ഓഫ് പീപ്പിൾ ഓർ ഓർഗനൈസേഷൻ ദാറ്റ് ഹാവ് ഹെൽപ്ഡ് ആൻഡ് പ്രൊവൈഡഡ് ഇൻഫർമേഷൻ ഓർ അഡ്വൈസ്. അക്നോളജ്മെൻറ്റുകൾ അഥവാ സഹായിക്കുകയോ വിവരം തരികയോ ഉപദേശം തരികയോ ചെയ്ത വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും പേരുകൾ എഴുതണം. അതാണ് അക്നോളജ്മെൻറ്റിൽ ഉൾപ്പെടുന്നത്. നമ്മളെ സഹായിച്ച പേരുകളുടെയും വ്യക്തികളുടെയും സ്ഥാപനത്തിൻ്റെ പേര് എഴുതുക.
പിന്നെ ഗ്ലോസറി ഓഫ് ടെക്നിക്കൽ ടേംസ് ഗീവ് ക്ലിയർ ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ടെക്നിക്കൽ ടേംസ്, പിന്നെ അക്രോണിംസ് ആൻഡ് അബ്രിവേഷൻസ്. ഗ്ലോസറി ഓഫ് ടെക്നിക്കൽ ടേംസ് അഥവാ ടെക്നിക്കൽ വാക്കുകളുടെയും ചുരുക്കെഴുത്തുകളുടെയും ശരിയായ വിവരങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. ടൈപ്സ് ഓഫ് റിപ്പോർട്ട്. റിപ്പോർട്ട് ആർ ജനറലി ഓഫ് 3 types: റെക്കമെൻഡേഷൻ റിപ്പോർട്ട്, ഇവാലുവേഷൻ റിപ്പോർട്ട്, ഫെസിബിലിറ്റി റിപ്പോർട്ട്. സാധാരണയായി റിപ്പോർട്ടുകൾ 3 തരത്തിലുണ്ട്. 1 റെക്കമെൻഡേഷൻ റിപ്പോർട്ട്, 2 ഇവാലുവേഷൻ റിപ്പോർട്ട്, 3 ഫീസിബിലിറ്റി റിപ്പോർട്ട്. റെക്കമെൻഡേഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് കമ്പയർസ് 2 or more options against the requirements and then makes recommendations. ഇത് 2 അതിൽ കൂടുതൽ ഉൽപ്പന്നങ്ങളുടെയോ വസ്തുക്കളുടെയോ പ്ലാനുകളുടെയോ സംഘടനകളുടെയോ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിലുള്ള മേന്മകൾ കാണിച്ച് റെക്കമെൻഡ് ചെയ്യുന്ന ഒന്നാണ്. ഏതെങ്കിലും ഒന്നോ പലവിധ ആവശ്യങ്ങൾക്കായി ഒന്നിൽ കൂടുതലോ റിപ്പോർട്ടുകൾ റെക്കമെൻഡ് ചെയ്തെന്നിരിക്കും. ചിലപ്പോൾ ഒന്നും റെക്കമെൻഡ് ചെയ്തില്ല എന്നും ഇരിക്കും. ഇനി നെക്സ്റ്റ് ആണ് സാമ്പിൾ റിപ്പോർട്ട്. സാമ്പിൾ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ദ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് പ്ലാനിങ് ടു ബൈ ദ ലാപ്ടോപ്പ്. ദ പർപ്പസ് മാനേജർ ഹാസ് ആസ്ക്ഡ് ടു റൈറ്റ് എ റിപ്പോർട്ട് റെക്കമെൻഡിങ് എ ഗുഡ് ലാപ്ടോപ്പ് ഫോർ ദ ബാങ്ക്. റൈറ്റ് എ റിപ്പോർട്ട് recommending a good laptop available in the market. Your report should have roughly 300 words. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കാൻ പ്ലാൻ ഇടുന്നു. പർച്ചേസ് മാനേജർ നിങ്ങളോട് ആവശ്യപ്പെടുന്നു പറ്റിയൊരു ലാപ്ടോപ്പ് നിർദ്ദേശിക്കാൻ. ഒരു നല്ല ലാപ്ടോപ്പ് റെക്കമെൻഡ് ചെയ്ത് ഒരു റിപ്പോർട്ട് എഴുതുക. ഏകദേശം 300 വാക്കുകളിൽ നിങ്ങളുടെ റിപ്പോർട്ട് തയ്യാറാക്കുക. സാമ്പിൾ റിപ്പോർട്ടാണ് ഇതെന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇവാലുവേഷൻ റിപ്പോർട്ട്. ഇറ്റ് കമ്പയർസ് ഇൻഡിവിജ്വൽ പ്രൊജക്റ്റ് പ്ലാൻസ്, പ്രോഗ്രാംസ്, പ്രോപ്പർട്ടീസ്, ഓർഗനൈസേഷൻ എക്സെട്രാ against requirements and makes a evaluative judgment whether it met the expectations or whether is good or useful. It gives a studied opinion on the worth of something. ഉൽപ്പന്നങ്ങളും പ്ലാനുകളും പ്രോഗ്രാമുകളും വസ്തുക്കളും സംഘടനകളും ഒക്കെ താരതമ്യപ്പെടുത്തി അവ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉതകുന്നതാണോ, നല്ലതാണോ, ഉപയോഗപ്രദമാണോ എന്നൊക്കെ കാണിക്കുന്നതാണ് ഇത്തരം റിപ്പോർട്ടുകൾ. കാര്യങ്ങൾ നന്നായി പഠിച്ചതിന് ശേഷം നൽകുന്ന ഒരു അഭിപ്രായമാണ് ഇവാലുവേഷൻ റിപ്പോർട്ട്. റെക്കമെൻഡേഷൻ റിപ്പോർട്ട് പറഞ്ഞ ഒരു കാര്യത്തെ റെക്കമെൻഡ് ചെയ്യണം, കൂടുതൽ ഗുണങ്ങൾ പറയുക. അതുപോലെ ഇവാലുവേഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ നാം വിലയിരുത്തുക, എന്നിട്ട് നമ്മൾ റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് നാം നോക്കാൻ പോകുന്നത് ഫീസിബിലിറ്റി റിപ്പോർട്ടാണ്. It makes an evaluative judgment as to whether a project is possible or worthwhile. It says if a project is practical, technically, socially, economically, administratively and environmentally. ഒരു പ്രൊജക്റ്റ് സാധ്യമാണോ, ഉപയോഗപ്രദമാണോ എന്നെല്ലാമാണ് ഇത്തരം റിപ്പോർട്ടുകൾ പറയുന്നത്. സാങ്കേതികമായും സാമൂഹികമായും സാമ്പത്തികമായും ഭരണപരമായും പരിസ്ഥിതിപരമായും അത് പ്രായോഗികമാണോ അല്ലയോ എന്നാണ് ഈ റിപ്പോർട്ട് കാണിക്കുന്നത്. ഒരു പ്രൊജക്റ്റ് സാധ്യമാണോ അതോ ഉപയോഗപ്രദമാണോ അല്ലയോ എന്നാണ് ഇത്തരത്തിലുള്ള ഫീസിബിലിറ്റി റെക്കോർഡുകൾ കാണിക്കുന്നത്. ഇറ്റ് സ്റ്റഡീസ് എ സിറ്റുവേഷൻ ആൻഡ് പ്ലാൻ ഫോർ ഡൂയിങ് സംതിങ്. ഇറ്റ് ആൻസേഴ്സ് ദ ക്വസ്റ്റ്യൻ ഷുഡ് വി ഇംപ്ലിമെൻറ്റ് പ്ലാൻ എക്സ്. ദ ആൻസർ ക്യാൻ ബി യെസ്, നോ ഓർ മേ ബി. ഇറ്റ് ടെൽസ് ദ റീസൺ ഫോർ ദ റെക്കമെൻഡേഷൻ. എന്തെങ്കിലും ഒരു വാക്ക് ചെയ്യാനുള്ള ഒരു സന്ദർഭവും ഒരു പ്ലാനും ഈ റിപ്പോർട്ട് പഠിക്കുന്നു. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള ഒരു സന്ദർഭവും പിന്നെ ഒരു പ്ലാനും ഈ റിപ്പോർട്ടുകൾ പഠിക്കുന്നുണ്ട്. നമ്മൾ പ്ലാൻ എക്സ് നടപ്പിലാക്കണോ എന്നുള്ള ചോദ്യത്തിന് ഇത് ഉത്തരം പറയുന്നു. ഉത്തരം അതെ എന്നോ അല്ല എന്നോ ആണ്, ഒരു പക്ഷേ എന്നോ ആകാം. അത് തരുന്ന നിർദ്ദേശത്തിന് അതിൻ്റെ കാരണങ്ങളും പറയുന്നുണ്ട്. നെക്സ്റ്റ് പ്രോഗ്രസ് റിപ്പോർട്ട്. എന്താണ് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട്? വാട്ട് ഈസ് എ പ്രോഗ്രസ് റിപ്പോർട്ട്? യു റൈറ്റ് എ പ്രോഗ്രസ് റിപ്പോർട്ട് ടു ഇൻഫോം എ സൂപ്പർവൈസർ, അസോസിയേറ്റ് ഓർ കസ്റ്റമർ അബൌട്ട് പ്രോഗ്രസ് യു ഹാവ് മെയ്ഡ് ഓൺ എ പ്രൊജക്റ്റ് ഓവർ എ സെർട്ടൻ പീരിയഡ് ഓഫ് ദ ടൈം. ഒരു സൂപ്പർവൈസർക്കോ അസോസിയേറ്റിനോ കസ്റ്റമർക്കോ ഒരു പ്രൊജക്റ്റിൻ്റെ പുരോഗതിയെ കാണിച്ചുകൊണ്ട് എഴുതുന്ന ഒരു റിപ്പോർട്ടാണ് പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്.
പ്രോഗ്രസീവ് റിപ്പോർട്ടുകൾക്ക് ചില പ്രധാന ഘടകങ്ങളുണ്ട്. സ്വീകർത്താക്കളെ ബോധ്യപ്പെടുത്തണം. പ്രൊജക്റ്റ് പുരോഗതി പ്രാപിക്കുന്നുണ്ടെന്നും വേഗം തന്നെ തീരുമെന്നും സ്വീകർത്താക്കളെ ബോധ്യപ്പെടുത്തണം. പിന്നെ പ്രൊജക്റ്റിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ സ്വീകർത്താക്കളെ അറിയിക്കണം. പിന്നെ നിങ്ങളുടെ ജോലി വിലയിരുത്താൻ സ്വീകർത്താക്കൾക്ക് അവസരം നൽകുകയും വേണം. പിന്നെ സ്വീകർത്താക്കളുമായി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതേപ്പറ്റി സംവദിക്കുകയും വേണം. നിങ്ങൾക്ക് തന്നെ ഒരു വർക്ക് ഷെഡ്യൂൾ വെച്ച് കൂടുതൽ കാര്യക്ഷമതയോടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ടൈപ്സ് ഓഫ് പ്രോഗ്രസ് റിപ്പോർട്ട്. പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ വിവിധ തരങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ്, മെമ്മോ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ അകത്തു തന്നെ എഴുതുന്ന ഒരു ചെറിയ അനൗപചാരികമായ എഴുത്താണ്. അഥവാ ഓർഗനൈസേഷൻ അകത്തു തന്നെ എഴുതുന്ന ഒരു ചെറിയ അനൗപചാരികമായ എഴുത്താണ് മെമ്മോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ടൈപ്സ് ഓഫ് പ്രോഗ്രസ് റിപ്പോർട്ടിലെ രണ്ടാമത്തതാണ് ലെറ്റർ. എ ഷോർട്ട് ഇൻഫോർമൽ റിപ്പോർട്ട് ടു സംവൺ ഔട്ട്സൈഡ് യു ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന് പുറത്ത് ഒരാൾക്ക് എഴുതുന്ന ഒരു ചെറിയ അനൗപചാരികമായ എഴുത്താണ് ലെറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫോർമൽ റിപ്പോർട്ട്. എ ലോങ് ഫോർമൽ റിപ്പോർട്ട് ടു സംവൺ ഔട്ട്സൈഡ് യുവർ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന് പുറത്ത് ഒരാൾക്ക് എഴുതുന്ന ഒരു അനൗപചാരികമായ ദൈർഘ്യമുള്ള എഴുത്താണ് ഫോർമൽ റിപ്പോർട്ട്. പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ. ഹിയർ യു റിവ്യൂ ദ ഡീറ്റെയിൽസ് ഓഫ് ദ പ്രൊജക്ട് പർപ്പസ്, സ്കോപ്പ് ആൻഡ് ആക്ടിവിറ്റീസ്. ഇറ്റ് കണ്ടെയ്ൻസ് ദ ഫോളോവിങ്. ഇവിടെ പ്രൊജക്റ്റിൻ്റെ ഉദ്ദേശം, വ്യാപ്തി, പ്രവർത്തനങ്ങൾ മുതലായവ കാണിക്കണം. അതിൽ താഴെ പറയുന്നവ ഉൾപ്പെടുന്നുണ്ട്. പ്രൊജക്റ്റിൻ്റെ ഉദ്ദേശം, റിപ്പോർട്ടിൻ്റെ പ്രത്യേക ലക്ഷ്യം, പിന്നെ പ്രൊജക്റ്റിൻ്റെ വ്യാപ്തിയും പരിമിതിയും, പിന്നെ പ്രൊജക്റ്റ് തുടങ്ങിയ സമയം, തീർക്കേണ്ട സമയം, പിന്നെ പ്രൊജക്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തികളും സംഘടനകളും, ആർക്ക് വേണ്ടിയാണോ അല്ലെങ്കിൽ ഏത് സംഘടനയ്ക്ക് വേണ്ടിയാണോ പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്നും ഇൻട്രൊഡക്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കണം. പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തിൻ്റെ ഒരു വീക്ഷണവും പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ ഒരു ഉള്ളടക്കത്തിൻ്റെ ഒരു പൊതുവായ പോയിൻ്റ് ഓഫ് വ്യൂ നാം ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. പിന്നെ നെക്സ്റ്റ് ആണ് ബോഡി ഓഫ് ദ പ്രോഗ്രസ് റിപ്പോർട്ട്. പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ മർമ്മപ്രധാനമായ ഭാഗം. ഇറ്റ് കൺക്ലൂഡ്സ് എ സമ്മറി ഓഫ് വർക്ക് കംപ്ലീറ്റഡ്, ദ വർക്ക് ഇൻ പ്രോഗ്രസ്, ദ വർക്കിംഗ് കമ്മിങ് അപ്പ് ആൻഡ് ഓവറോൾ assessment of the project. It also has schedules, outlines, drawings, expense reports and conclusion. പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ ബോഡി, ചെയ്ത ജോലിയുടെ ഒരു സംഗ്രഹം, ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി, പിന്നെ ഇനി ചെയ്യാനുള്ള ജോലി, പ്രൊജക്റ്റിൻ്റെ ഒരു പൊതുവായ വീക്ഷണം മുതലായവയാണ് ഈ ബോഡി പാരഗ്രാഫിൽ ഉൾപ്പെടുത്തേണ്ടത്. അതിൽ ഷെഡ്യൂളുകളും രൂപരേഖകളും പിന്നെ വരകളും ചിലവുകളും അനുമാനങ്ങളുമൊക്കെ ഉൾപ്പെടുത്താം. ഇനി നെക്സ്റ്റ്, സർവേസ്. എന്താണ് സർവേ? വാട്ട് ഈസ് സർവേ? സർവേ ഈസ് ദ ടൈപ്പ് ഓഫ് ഡയറക്റ്റ് ഇൻഫർമേഷൻ ഗാദറിംഗ് ഇൻ വിച്ച് യു ഡയറക്റ്റ്ലി ഒബ്സർവ് ആൻഡ് റെക്കോർഡ്. ഫോർ എക്സാമ്പിൾ, ദ മുനിസിപ്പാലിറ്റി മൈറ്റ് കണ്ടക്ട് എ സർവേ ഓഫ് കൗൺസിലിംഗ് ദ ട്രാഫിക് അറ്റ് ആൻ ഇന്റർസെക്ഷൻ ടു ഡിസൈഡ് ഇഫ് എ ട്രാഫിക് ലൈറ്റ് ഈസ് നീഡഡ് ദർ. പൊതുജനങ്ങളിൽ നിന്നും നേരിട്ട് സ്വീകരിക്കുന്നതും രേഖപ്പെടുത്തുന്നതും നേരിൽ കാണുന്നതുമായ വിവരങ്ങളാണ് സർവേസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഒരു ജംഗ്ഷനിൽ എത്ര വണ്ടികൾ ഓടുന്നുണ്ടെന്ന് മുനിസിപ്പാലിറ്റി ഒരു സർവേ എടുത്തെന്ന് വരും. അവിടെ ഒരു ട്രാഫിക് ലൈറ്റ് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുകയാണ് ഈ സർവേ നടത്തുന്നത്. ക്വസ്റ്റ്യനയേഴ്സ്. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഡയറക്റ്റ് ഇൻഫർമേഷൻ ഗാദറിംഗ് in which you gather people's opinion, preference and demographic data through the in-person, print or electronic means. വിവരം ശേഖരിക്കാനാണ് ചോദ്യാവലികൾ കൊടുക്കുന്നത്, ക്വസ്റ്റ്യനറി. ഇതിൽ കൂടി ആൾക്കാരുടെ അഭിപ്രായങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും സ്ഥിതി വിവരക്കണക്കുകളും നിങ്ങൾക്ക് ലഭിക്കുന്നു. ചോദ്യങ്ങൾ നേരിട്ട് ചോദിക്കാം, പ്രിൻ്റ് ചെയ്ത് കൊടുക്കാം, ഇലക്ട്രോണിക്സ് മീഡിയയിൽ കൂടി കൊടുക്കാം. ഉദാഹരണം, നിങ്ങളൊരു റീസൈക്ലിംഗ് ഗ്രൂപ്പിൻ്റെ അംഗമാണെങ്കിൽ മറ്റുള്ളവർക്ക് ചോദ്യാവലികൾ അയച്ച് അവരുടെ റീസൈക്ലിങ്ങിനെ പറ്റിയുള്ള അഭിപ്രായം ആരായാൻ സാധിക്കും. പിന്നെ നാം ചോദ്യാവലികൾ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ക്വസ്റ്റ്യനയർ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ചോദ്യങ്ങളുടെ നമ്പർ പരിമിതപ്പെടുത്തണം. ദൈർഘ്യമേറിയ വിഷമം പിടിച്ച ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം കിട്ടിയെന്ന് വരില്ല. അതുപോലെ തന്നെ ചോദ്യങ്ങൾ കൃത്യതയുള്ളതായിരിക്കണം. വ്യക്തിപരമായ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. പിന്നെ ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസും ഓപ്പൺ ക്വസ്റ്റ്യൻസും തമ്മിൽ ഒരു ബാലൻസ് ഉണ്ടായിരിക്കണം. പിന്നെ ചോദ്യാവലി മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഒരു സഹപാഠിയോട് ചോദിച്ച് അപാകതകളൊക്കെ തിരുത്തണം.
അനാവശ്യമായ ചോദ്യങ്ങളൊന്നും തീരെ ചോദിക്കാൻ പാടില്ല. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നാം നമ്മുടെ 7th ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ആദ്യമായും നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ആവശ്യമായ നിർദ്ദേശങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. നെക്സ്റ്റ് ചാപ്റ്ററുമായി അടുത്ത വീഡിയോകളിൽ കാണാം.